ഹലോ അർമീസേ, എല്ലാവർക്കും സുഖമാണെന്ന് വയ്ക്കുന്നത്. എനിക്ക് സുഖമാണ്. അപ്പോൾ മിക്കുള്ള മിസ് വിചാരിക്കും എന്തിനാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നതെന്ന്, ഒരു മാസം കഴിഞ്ഞിട്ട് ഇടുമെന്ന് പറഞ്ഞതെന്ന് വിചാരിക്കും. അതിൻ്റെ കാര്യം ഞാൻ ലൈവിൽ പറയും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ലൈവ് ചെയ്യണമെന്നും പറഞ്ഞ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. എന്തായാലും ലൈവ് കഴിഞ്ഞ് ഞാൻ എന്തായാലും 12 കഴിയും ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ. അപ്പോൾ ലൈവിൻ്റെ സമയത്ത് ഞാൻ പറയും. അപ്പോൾ പറഞ്ഞ് കാണും. എന്തായാലും ഉറപ്പായിട്ട് പറയും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഇല്ലെങ്കിൽ സംസാരിച്ച് പോയാൽ കുറേ എടുക്കും. ലൈവിലാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ലൈവ് കണ്ടുള്ള എല്ലാ ആർമീസിനും മനസ്സിലാക്കാണ് എന്താണ് ഞാൻ വീഡിയോ ഇടണേന്ന്. അപ്പോൾ ഇത് വിമ്മിൻ വൺ ഷോട്ടാണ്. ഞാൻ വിമ്മിൻ വലുതായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആകെ ഒരു വിമ്മിൻ വൺ ഷോട്ടല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യാൻ അങ്ങനെയായിട്ട് വെച്ചെങ്കിൽ എനിക്ക് ഈ സ്റ്റോറി എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് ആദ്യമേ എൻ്റെ മനസ്സിൽ നിന്നത് വിമ്മിനാണ്. അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാതെ വീട്ടിലേക്ക് പോകാം. ഇത് നേരെ പുറത്തപ്പോൾ തന്നെ ഇത് ആരാണ്? ഹലോ, ആരാണ്? നിൻ്റെ കെട്ടിയോ? നീ എപ്പോഴും ഉറങ്ങിയടാ പെണ്ണെ. പിന്നെ ഇന്ന് സൺഡേ അല്ലേ, ഉറങ്ങാതെ ഞാൻ പിന്നെ എന്തോന്ന് ചെയ്യാൻ? നീ പറ പെണ്ണെ. സൺഡേ എന്നും പറഞ്ഞ് ഈ 10 മണി വരെ കിടന്നുറങ്ങും. മര്യാദയ്ക്ക് എൻ്റെ വീട്ടിലോട്ട് വന്നാണ്. നിൻ്റെ വീട്ടിലാ? എന്തിന് പെണ്ണെ? ഓ, അല്ലെങ്കിൽ അവൾ വരാത്തടക്ക് മര്യാദയ്ക്ക് വന്നോണം പറഞ്ഞിട്ടുണ്ട്. ഈ ചെറുക്കൻ എനിക്ക് വാങ്ങിയ ഇവ സ്വയം എന്തോന്നാന്തോ വിചാരിക്കുന്നത്. ഇവൻ ബോസാണെന്നും പറഞ്ഞ് ഞാൻ എല്ലാം കേൾക്കുന്നു. സമയത്തടി ചിമ്മി ഇന്ന് നിനക്ക് ഇവൻ്റെ സെക്രട്ടറി ആയിട്ട് പോയി ജോയിൻ ചെയ്യാൻ തോന്നിയ. സോറി ആമീസ, ഇടയ്ക്കൊരു സംസാരിക്കണേന്. ഇതിൽ വി എന്ന് വെച്ചാൽ ഒരു കോൾഡ് ചെയ്യുകയാണ്. അതിൽ ജിമ്മി ഒരു സെക്രട്ടറി ആയിട്ടാണ്, വീൻ്റെ സെക്രട്ടറി ആയിട്ടാണ്. വിക്ക് എന്ന് വെച്ചാൽ ഒരു സെക്രട്ടറിന് പകരം നല്ലൊരു ഫ്രണ്ട് കണക്കാണ് ഇവർ രണ്ടുപേരും. ഭയങ്കര കൂട്ട്, എപ്പോഴും ഒരുമിച്ചായിരിക്കും. അങ്ങനെ ഒരു ടൈപ്പാണ് ഇവർ. അപ്പോൾ ആരും ഫസ്റ്റ് വി നിൻ്റെ കെട്ടിയെന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ ആരും തെറ്റിയിരിക്കരുത്. ഇവർ മാരീഡൊന്നും അല്ല ആദ്യമേ. പിന്നെ ജിമ്മിക്ക് പാരൻസ് ഇല്ല, ഓർഫണേജിലായിരുന്നു. പിന്നെ ഇപ്പോൾ സ്വന്തമായിട്ട് ജോലിയൊക്കെ ആയപ്പോൾ ഇപ്പോൾ ഒരു വീടെടുത്ത് അങ്ങോട്ട് മാറി. പിന്നെ വിക്ക് ഒരു ഫാദർ മാത്രമേ ഉള്ളൂ, മദറില്ല. പിന്നെ അവൻ കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ജിമ്മിയുടെ അടുത്തും ഫാദറിൻ്റെ അടുത്തും മാത്രമാണ്. ആൻറ്റി, ഇപ്പം മോൾക്ക് എങ്ങനെയുണ്ട്? അസുഖമൊക്കെ കുറഞ്ഞാ? ആ മക്കളെ, ഇപ്പം നല്ല കുറവുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് നല്ലതാ. മോള് കാരണമാണ്. മോള് ഇഷ്ടംപോലെ ഹെൽപ്പ് ചെയ്തില്ലേ. എന്തെന്നാട്ടെ, ഞാൻ വണ്ടി പോയിട്ട് ആൻറ്റി. ഡേയ്, എവിടെ പോണു നീ? അവിടെ നിന്നാണ്. ഞാൻ മോളിൽ പോകുന്നു തേനെ കാണാൻ. എന്ത്? അയ്യോ മോളെ, ഇത് തേസാറിൻ്റെ അമ്മായിയമ്മയും മോളുമാണ്. അപ്പോൾ ഇവരായിരുന്നു അത്. ഇവരൊക്കെ നിനക്കെന്താ ഒരു മാനേഴ്സ് ഇല്ലേ? മറ്റേ ഒരുമാതിരി വലിഞ്ഞു കയറി അങ്ങ് പോകുന്നു. ഇതെന്തോ തുറന്നു കിടക്കാൻ അമ്പലോ? നീ അങ്ങ് കയറി അങ്ങ് പോകാനും ആൾക്കാർ. ഇവളെന്താ എത്ര നേരം ഇങ്ങ് എത്താത്തേ? ഞാൻ ഫ്രണ്ട് ഡോർ വഴി കയറുന്ന കണ്ടെന്ന് വിളിച്ചു നോക്കാം. ഇവളെന്തിനാ കട്ട് ചെയ്ത് കളയുന്നേ? താഴെ എന്താ എത്രയും സൗണ്ട്? ഒരു കാര്യം പറയാം, ഞാൻ നിങ്ങൾക്ക് നല്ല റെസ്പെക്റ്റോടെ സംസാരിക്കണം. കുറച്ച് മാന്യമായിട്ട് തിരിച്ചും സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യും? അതെനിക്കൊന്നും അറിയണം. നീ എന്തോ ചെയ്യും? എൻ്റെ കയ്യിരിക്കണം നിങ്ങൾ വാങ്ങിക്കും. അയ്യോ, അടിക്കല്ലേ എൻ്റെ മുന്നേ, നീ അടിക്കല്ലേ. ഇവിടെ എന്താ ഇത്രയും സൗണ്ട്? ഡാഡി എപ്പോൾ വന്ന്? ഞാനോ മോളെ, ഇന്നലെ വൈകിട്ടായപ്പോൾ വന്നടാ. തന്നെ ഡാഡി? എൻ്റെ ഈ തെണ്ടി ഇതുവരെയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. എന്താടാ നീ എൻ്റെ മോളടുത്ത് പറയാത്തെ? അതും കൂടെ പറയാനും അവൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അതും കൂടെ ഞാൻ ഇവിടെ വിളിച്ചെടുത്തിയത്. ലിസ, ഒരു കാര്യം പറയാം. ഇവിടെ എല്ലാവരും ഒരേ കണക്കാണ് നമുക്ക്. ഇവിടെ മെയ്ഡ്, താഴെ ഒരു ജോലി ചെയ്യുന്നവർ, അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഒരേപോലെയാണ്. പറഞ്ഞു കേട്ടോ. അതെ, അതുകൊണ്ടാണ് ഇവരൊക്കെ ഇപ്പോൾ ഏട്ടൻ്റെ തലയിൽ കയറി നിരങ്ങണത്. അമ്മേ മതി, കുറച്ച് ഓവറാണ് അമ്മ. എന്തോന്ന് ഓവർ? കണ്ടി നമ്മളെ കീഴെ നിന്ന് ജോലി ചെയ്യുന്നവരൊക്കെ നമ്മൾ തിരിച്ച് സംസാരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. മക്കളെ, ഡവി നീയല്ലേ പറഞ്ഞ എന്തിനാ വാങ്ങിക്കാൻ പോകണമെന്ന് ഇവൾക്ക് വേണ്ടി? നിങ്ങൾ പോയിട്ട് വന്നാണ് അങ്ങോട്ട്. ശരി അച്ഛാ, ഞാൻ അവളെ കൊണ്ടുപോകാം. ശരി. വി ഒന്ന് നിന്നേ.
അയ്യോ കുറേ നാളിന് ശേഷമല്ലേ ഇങ്ങോട്ട് വന്നത്. അവൾക്ക് നിന്നോട് കറങ്ങണമെന്നൊക്കെ ഉണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഇവളെയും കൊണ്ട് പോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പിങ്ങിന് വേറൊരു ദിവസം വേണമെങ്കിലും പോകാമല്ലോ. അവളെ വേണമെങ്കിൽ ഞാൻ കറക്കാൻ പിന്നെ കൊണ്ടുപോവാം. ഇപ്പോൾ ഇവൾക്ക് കുറച്ച് അത്യാവശ്യമാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ, അതുകൊണ്ടാണ്. പോയേ പറ്റൂ. ഇവൾക്ക് എപ്പോഴും നീ സപ്പോർട്ട് ചെയ്ത് പറയാൻ എന്തിനാ? നിനക്ക് പിന്നീടായാലും കൊണ്ടുപോകൂടെ ഇവിടെ? അത്ര അത്യാവശ്യമൊന്നുമില്ല. അത്ര അത്യാവശ്യമാണെങ്കിൽ അവൾക്ക് സ്വയം പോയി വാങ്ങിക്കാൻ അറിഞ്ഞൂടെ? നീ എന്തിനാണ് അവൾ പറയുക നടക്കണം? അതെൻ്റെ ഇഷ്ടം, ഞാൻ പോവാതിരിക്കേ. വി വേണ്ട, കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചോളാം. അല്ലെങ്കിൽ ഡാഡി കുറേ നാളായില്ലേ വന്നിട്ട്, ഞാൻ ഡാഡിയുടെ വയ്ക്കാം, നീ അവളോടെ പൊക്കോ, കുഴപ്പമില്ല. ഞാൻ നിന്നെ ഇത്രയും രാവിലെ വിളിച്ചു വരുത്തിയത് നമുക്ക് പോകാനാണ്. നിനക്ക് പിന്നെ ഡേറ്റ് ആവാറായില്ലേ, പിന്നെ ലോഷനില്ല, അതില്ല, പാഡില്ല എന്നും പറഞ്ഞ് കുറേ ബുദ്ധിമുട്ടുണ്ടല്ലോ. നമുക്ക് ഇന്ന് പോവാം, പിന്നെ നാളെ നമുക്ക് ഓഫീസുണ്ട്, അതുകൊണ്ട് പിന്നെ പോകാൻ പറ്റൂല. പിന്നെ ഒരു കാര്യം, ഡാഡിയുടെ കൂടെ നീ നിൽക്കാന്ന് പറഞ്ഞത്, ഡാഡി ഇന്നലെ വന്നതേ ഉള്ളൂ, അപ്പം നല്ല ടയേർഡായിരിക്കും. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, എന്തായാലും ഇവളെയും കൊണ്ട് പോകുന്ന തന്നെ നിൻ്റെ തീരുമാനം. അയ്യൂനെയും കൂടെ കൊണ്ടുപോ, അവൾക്കും വല്ലതും വാങ്ങിച്ചോട് കറങ്ങൊക്കെ ചെയ്യും നിങ്ങൾ. അതൊന്നും ശരിയാവില്ല. ഇത് ഞാനും ഇവളും കൂടെ പോകുമ്പോൾ ഇനി ഇവളും കൂടെ വരുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവളെ കൊണ്ടുപോകാതെ അയ്യൂനെ കൊണ്ടുപോകാൻ. നിനക്ക് അവളെ കൂടെ പോകണം. അവൾക്ക് ഇങ്ങനെ എന്തോന്നാണെങ്കിലും അവൾക്ക് വാങ്ങിക്കാൻ പറ്റുമല്ലോ. എന്തോന്നായാലും പറ്റൂല. കുഴപ്പമില്ല വി, വരട്ടെ അവൾ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ വരട്ടെ. ജിമ്മി ഇത് ഈ ഒരേ വീട്ടിലുണ്ടായിട്ട് ഇവ എന്തിനാ ഫോൺ ചെയ്യുന്നത്? ഹലോ, എന്താടാ? എടി, എനിക്ക് ഡ്രസ്സിങ്ങിലൊരു കൺഫ്യൂഷൻ, നീ ഒന്ന് മണ്ടയിലോട്ട് എനിക്ക് ഒന്ന് ഒരു ഇത് എടുത്ത്. നീ ചെറുക്കൻ്റെ കാര്യം ഇതാ വരണം, ഒരു മിനിറ്റ്. എന്തോ ഡ്രസ്സ്, എങ്ങനത്തെ ഡ്രസ്സ് നീ ഇടുന്നേ? വെളിയിൽ പോയപ്പോൾ വേണ്ട, എനിക്ക് കിട്ടി, ഈ ഡ്രസ്സ് മതി. എങ്ങനെയുണ്ട്? നീ പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? അതാ നിനക്ക് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലത്തെ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിച്ചത്. നിൻ്റെ എടാ, പിന്നെ പോകുമ്പോഴേ ഞാൻ എവിടെ ഇരിക്കും? ബാക്കിലിരിക്കണോ ഫ്രണ്ടിലിരിക്കണോ? ഫ്രണ്ടിൽ, അല്ലാതെ ബാക്കിലങ്ങ് ഇരിക്കില്ല എൻ്റെ പൊന്നു മോളെ. എടാ, അവൾ എന്തായാലും ഫ്രണ്ടിൽ ഇരിക്കാനായിരിക്കും വരുന്നത്. അതിനെന്ത്, നീ ഫ്രണ്ടിൽ ഇരുന്നാൽ മതി, ഞാൻ വല്ലതും പറഞ്ഞോളാം ആ സമയത്ത്. എന്ത് സംഭവിച്ചാലും അവർ രണ്ടുപേരും ഒരുമിക്കാൻ സമ്മതിക്കരുത്, ഓക്കെ? നീ അവരെ കൂടെ തന്നെ കാണണം. അമ്മ, ഞാൻ വീൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. നമുക്കിപ്പോൾ പോവാം. ചിമ്മി നീ ഫ്രണ്ടിൽ കയറ്, അയ്യോ നീ പിറകെ കേൾക്കോ. എനിക്ക് നിൻ്റെ അടുത്ത് ഇരിക്കണം, ഞാൻ ഫ്രണ്ടിൽ ഇരുന്നോളാം, അവൾ ബാക്കി ഇരിക്കട്ടെ. അത് വേണ്ട, എനിക്ക് നാളത്തെ കുറച്ച് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യണം നമുക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും പിറകെ തിരിയാനൊന്നും പറ്റൂല. പാതി പാടും ഗാനം പോലെ ദൂരെ ദൂരെ മറയരുതേ നീ താനേ വീഴും വേനൽ പൂവായി താഴെ താഴെ ഇതളടിയരുതേ നീ. കരയും കടലലയുമായി തുടരും പ്രണയമിവിടെ പകരാൻ ഇരുവരിലെന്നും പ്രിയേ. കരയും കടലലയുമായി തുടരും പ്രണയമിവിടെ പകരാം ഇരുവരിലെന്നും പ്രിയേ. അവർ രണ്ടുപേരും ഒരുമിച്ച് ജോലിയായിട്ട് അയ്യോ ഉള്ളതുപോലും അവരാരും ശ്രദ്ധിച്ചില്ല. എന്നാൽ അയ്യൂന് അതൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. കാരണം അവൾ സത്യം പറഞ്ഞാൽ അവനെ കല്യാണം കഴിക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. അവൾക്ക് ആദ്യമേ ബോയ് ഫ്രണ്ട് ഉണ്ട്. പക്ഷേ ഈ അമ്മയുടെ നിർബന്ധം കാരണം മാത്രമാണ് അവൾ ഇതുപോലെ നിൽക്കുന്നത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ വീട്ടിൽ പോയി. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇവളെ അങ്ങ് വീട്ടിലാക്കിയിട്ട് വന്നാൽ പോരെ? എന്തിനാ ഇവളെയും കൂടെ കൊണ്ടുവന്നിങ്ങ്? അതെൻ്റെ ഇഷ്ടം, എൻ്റെ വീട്ടിൽ ആരെ കൊണ്ടുവരണം ആരെ കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് അത് നിങ്ങൾ എൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല. ഞാൻ ഇവളെ ഇവിടെ കൊണ്ടുവരും, എന്ത് വേണോ ചെയ്യും. അത് നിങ്ങളടുത്ത് എനിക്ക് പറയേണ്ട കാര്യമില്ല. വാ ചിമ്മി, നമുക്ക് പോവാം. പോവാം. നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും ധൈര്യമൊക്കെ വരണം? ചുമ്മാ രസം. വീ, എൻ്റെ കാല്. നിനക്ക് സൂക്ഷിച്ച് നടക്കണമെന്നൊന്നും അറിഞ്ഞൂടെ പെണ്ണെ? ഇപ്പം കാല്. ദേഷ്യപ്പെടാതെ വീ. പിന്നെ ദേഷ്യപ്പെടാതെ വെച്ച് കൊഞ്ചോ. നീ ഇന്ന് തൽക്കാലത്തേക്ക് പോകണം, നാളെ നമുക്ക് ഒരുമിച്ച് ഓഫീസിലോട്ട് പോകാം, ഓക്കെ? ഓക്കെ.
ഇപ്പം മോൻകോട്ടിരിക്കാതെ പോയി കിടന്ന് ഉറങ്ങും, ഞാൻ അത് തടവിത്തരാം. ഗുഡ് നൈറ്റ് പയ്യെ. എടാ ചിമ്മി, എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കോളുണ്ട്, ഞാൻ അത് കഴിഞ്ഞ് ഞാൻ നിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാം കേട്ടോ. ആ ശരി വി, ഞാൻ ഇപ്പോൾ വെളിയിലോട്ട് നിൽക്കാം. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഒരു വാർത്ത അറിയിക്കാനാണ് വന്നത്. എൻ്റെ മോളെയും വീൻ്റെയും കല്യാണം ഉറപ്പിച്ചു കേട്ടോ. എൻ്റെ മോളുടെയും വീൻ്റെ ഇടയിൽ നീ വരരുത്. പിന്നെ വീ നിൻ്റെ അടുത്ത് കാണിക്കുന്നത് സ്നേഹമൊന്നുമല്ല, അത് വെറും സിമ്പതിയാണ്. പാരൻസ് ഇല്ലാത്തതിൻ്റെ ഒരു സിമ്പതി. ഓക്കെ ഓക്കെ മാം, ഞാൻ ഇനി വരൂല അവരുടെ ഇടയിൽ. എന്താ അമ്മ അച്ഛൻ എന്നെ കൂടെ കൂടെ കൊണ്ടുപോകത്തെ? ഞാനും വരുന്നു നിങ്ങളെ കൂടെ. ചിമ്മി ചിമ്മി എവിടെയാ ആൻറ്റി? അവളെ ഞാൻ കണ്ടില്ലല്ലോ. അവൾ എവിടെയെങ്കിലും കാണും. ആ, റൂഫ് ടോപ്പിൻ്റെ അങ്ങോട്ട് പോകുന്നത് കണ്ടു. എന്താണെന്നറിയാൻ വയ്യ. റൂഫ് ടോപ്പിൻ്റെ അങ്ങോട്ടോ? ആ, എന്താ ആൻറ്റി വല്ലതും പറഞ്ഞു? ആ, നിങ്ങളെ മാരേജ് എൻ്റെ മോളെ നിൻ്റെ അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ചിമ്മി ചിമ്മി പറയണമെന്ന് തോന്നില്ല. പക്ഷേ മാഡത്തിൻ്റെ സ്റ്റോറിയിൽ ആ ലാസ്റ്റ് ചിമ്മി മരിക്കുന്നത് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഈ വായിച്ച ഒരാൾ പോലും അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. എല്ലാവർക്കും അത് ഇൻകംപ്ലീറ്റ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. അതെനിക്ക് വേണമെങ്കിൽ ഹാപ്പി എൻഡിങ്ങിൽ വേണമെങ്കിൽ കൊണ്ട് നിർത്തായിരുന്നു. ബട്ട് അതൊരു റിയൽ സ്റ്റോറി അല്ലേ, അത് നമുക്ക് അങ്ങനെ തന്നെ ഇരുന്നല്ലേ നല്ലത്. റിയൽ സ്റ്റോറി ആണെങ്കിലും മാഡം, ഈ ഇവർ പിരിയുന്നത്, പിന്നെ ആ വീക്ക് എന്ത് പറ്റി, അവരുടെ ജീവിതത്തിൽ എന്ത് നടന്നെന്ന് എനിക്ക് ഇത്രേ അറിയാവൂ. അതുകൊണ്ട് ഞാൻ ഇത്ര എഴുതി. ഇനി വല്ലതും അതിൽ എനിക്ക് അറിയാൻ കഴിയണമെങ്കിൽ എന്തായാലും ഈ കഥയുടെ സെക്കൻഡ് വോളിയം കാണും. അപ്പോൾ ആ കിം ദയാങ് ഇപ്പോഴും ജീവനോടുണ്ടാവോ? അവർ എന്തായിരിക്കും ഇപ്പോൾ അയാളുടെ അവസ്ഥ? 1 മിനിറ്റ്. ഹലോ അമ്മ. മോളെ, നീ വീട്ടിൽ പോണതിന് മുമ്പ് ഒന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ. ആ അമ്മ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ വരാം, ഒരു ഇൻ്റർവ്യൂവിലാണ് വരാം. സോറി ഫോർ ആസ്കിങ്. അമ്മയായിരുന്നു? എനിക്ക് ഇയാളുടെ അമ്മേരെ ഒന്ന് കാണാൻ പറ്റുമോ മാഡം, പ്ലീസ്? അതെ, അമ്മയായിരുന്നു. എന്താ തനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് തോന്നിയത്? അത് മാഡം, തൻ്റെ അമ്മ എങ്ങനെ ഫീൽ ചെയ്യുന്നു ഈ സ്റ്റോറീന്, എനിക്കതൊന്നറിയാൻ ഒരാകാംക്ഷ. അതുകൊണ്ടാണ്. പ്ലീസ്. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ടാണ്, വേണമെങ്കിൽ കൂടിക്കോ എൻ്റെ കൂടെ. അമ്മേ, ഞാൻ വന്നു. കൂടെ ഒരു ഗസ്റ്റും കൂടെ ഉണ്ടേ. ആരാ? ബോയ് ഫ്രണ്ടാണോ? അതെ, വേറെ ആരെങ്കിലോ? എൻ്റെ പൊന്നമ്മ, ഒന്ന് നിർത്ത്. അങ്ങനെയൊന്നുമല്ല. പിന്നെ എങ്ങനെയടി മോളെ? എന്തോ അമ്മ, ഒന്ന് നിർത്ത്. അത് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഒക്കെ കാണണമെന്ന് തൊട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. ആഹാ, അങ്ങനെയാണോ? ഇത് രണ്ട് ഇതെൻ്റെ അമ്മയാണ്. നമ്മൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത് കാണാൻ. അതേ മോനെ, നമ്മൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കും. പിന്നെ ജിമിന, നിന്നെ അച്ഛൻ കാണണമെന്ന് വിളിച്ചു, അതാ നിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ. അതല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങളെന്തായാലും എന്നെ വിളിക്കില്ല. എൻ്റെ അച്ഛനെ എനിക്കൊരു സ്നേഹമുള്ളൂ. പെണ്ണെ, കുറച്ച് കൂടുന്നു കേട്ടാ. ഞാൻ ചട്ടുകം എടുക്കണോ? അയ്യോ വേണ്ടേ, ഞാൻ പോകുന്നു. ജങ്കുക്ക്, നീ അമ്മയടുത്ത് സംസാരിച്ചോണ്ടിരി, ഓക്കെ? മോൻ്റെ പേര് ജങ്കുക്ക് എന്നാണോ? ആ, അതെ അതെ ആൻറ്റി. കുഴപ്പമില്ല, അമ്മ എന്ന് വിളിച്ചോ. എനിക്കറിയാം താൻ എന്താ എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞത്. എന്താ? അതെങ്ങനെ അറിയാം ആൻറ്റിക്ക്? എടാ മോനെ, ഞാൻ ആ ചിമ്മി. ആ സ്റ്റോറിയിലാ? അതെ അതെ, ആ സ്റ്റോറിയിലെ ചിമ്മി ഞാൻ തന്നെയാണ്. കുറേ കാര്യം പറയാനുണ്ടെങ്കിൽ. അപ്പോൾ മരിച്ചില്ലായിരുന്നോ അമ്മ? അമ്മ അന്ന്
എങ്ങനെ രക്ഷപ്പെട്ട്? പയ്യെ പയ്യെ പറയാടോ മോനെ. അച്ഛാ, ഐ മിസ്ഡ് യു. ഓ, എൻ്റെ ലിറ്റിൽ പ്രിൻസസ് വന്നു. എന്താ പറ്റി? ക്ഷീണിച്ചല്ലോ. എന്ത് ചെയ്യാനാ അച്ഛാ, കുറേ ജോലി ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. പിന്നെ ചെങ്കൊണ്ടല്ലോ മറ്റേ ഇൻ്റർവ്യൂ എൻ്റെ അതെടുത്തത്, അവൻ വന്നിട്ടുണ്ട്. പെട്ടെന്ന് വാ, അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ നിൻ്റെ അമ്മ അവനെ ടെൻഷൻ എടുപ്പിച്ച് കൊല്ലും നോയിക്കോ. മനുഷ്യ, അവളെ താഴെ വെക്കുക. നിങ്ങളെന്തോ അവളിപ്പോഴും കൊച്ചു കൊച്ചെന്നാണോ വിചാരം? അമ്മയ്ക്ക് കുശുമ്പാ അല്ലേ അച്ഛാ? ആ അതെ, നിനക്ക് കുശുമ്പാ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ. എന്താ മോനെ, ഇവളെ അമ്മ മോനെ ഭ്രാന്ത് പിടിപ്പിച്ചു പോയാ? ഒന്നും പറഞ്ഞു കാണില്ല. അങ്ങളെ എന്തുവാ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവില്ല. ഈ കഥ ഇത്രയും എഴുതിയത് എൻ്റെ മോളല്ലേ? ആ എൻ്റെ മോൾ തന്നെ നിനക്ക് ആ കഥ എന്തോന്നും പറഞ്ഞു തരാൻ ബാക്കി. ഓക്കെ മോളെ, അവനെ വിളിച്ചോണ്ട് പോയി കഥ പറഞ്ഞിടും. ഞാൻ നിൻ്റെ അമ്മയും കൂടെ അപ്പോഴത്തേക്കും നിനക്ക് ഫുഡ് ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ പാപ്പ, വാടാ, ഞാൻ പോയി പറഞ്ഞുതരാം നിനക്ക് കഥ. സത്യം പറഞ്ഞാൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, അന്ന് അമ്മ എടുത്ത് ചാടിയതും അച്ഛൻ കയറി അങ്ങ് പിടിച്ചു. അപ്പോൾ അങ്ങനെ അമ്മയ്ക്കൊന്നും പറ്റിയില്ല. പിന്നെന്താ, പിന്നെ അച്ഛന് എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛന് ഇവർ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നൊക്കെ അറിയാനും അങ്ങനെ ഇവരെ തന്നെ അങ്ങ് പിടിച്ചങ്ങ് കെട്ടിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ നിർത്തിയ ഒരു ത്രില്ല് കാണൂലല്ലോ എൻ്റെ സ്റ്റോറിക്ക്. അതുകൊണ്ട് ഞാൻ മറ്റേ അമ്മ ചാടുന്ന ആ ഒരു സെക്ഷൻ വരെ അങ്ങ് നിർത്തി. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. വേറെ ത്രില്ലിംഗ് ആയിട്ടൊന്നും ഇരിക്കട്ടെ, ഒരു കഥയല്ലേ. ഒരു റൈറ്ററായ അതിനെ എത്ര ഇൻട്രസ്റ്റിംഗ് ആക്കാനല്ലേ നോക്കുക. അപ്പോൾ ഒരു റൈറ്റർ എന്ന നിലയിൽ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആക്കിയ സെക്ഷൻ ഇതായിരുന്നു. അപ്പോൾ വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്? ഇതായിരുന്നു. ഞാൻ സത്യം പറയല്ലോ വേറെ എങ്ങോട്ടൊക്കെയോ ചിന്തിച്ചു പോയി അതിനെക്കുറിച്ച്. ഇപ്പോൾ മനസ്സിലായില്ലേ? ചിന്തിക്കുന്നതൊന്നുമല്ല നമ്മൾ നടക്കുന്നത്. ലൈക്ക് നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷെ അത് നിനക്കറിഞ്ഞൂടല്ലോ. വാട്ട്, ഹൗ ഡു യു നോ? ആൻഡ് ഐ ലവ് യു. ബൈ. അപ്പോൾ ആർമിസെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞ ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ സ്റ്റോറി. നോട്ട് സാറ്റിസ്ഫൈഡ് അല്ല, എന്തെന്ന് അറിഞ്ഞൂടാ. കാരണം എനിക്ക് എഡിറ്റ് ഇരുന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു ഈ സ്റ്റോറി ചെയ്യാൻ. പക്ഷെ ഞാൻ വിചാരിച്ച രീതിയിലൊന്നും അല്ല സ്റ്റോറി പോയത്. അതും പോരാഞ്ഞിട്ട് ഇങ്ങനെയെങ്കിലും അല്ല ഞാൻ സ്റ്റോറി വിചാരിച്ചത്. പിന്നെ അത് പോരാഞ്ഞിട്ട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തുവാ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഓരോ ലൈൻസ് വരുമ്പോൾ അതിൻ്റെ കുറച്ച് തിക്കിയും തകതറിയൊക്കെയാണ് ഞാൻ പറയണത്. കാരണം അതിൽ എന്തുവാ ഞാൻ പറയാൻ ഉദ്ദേശിക്കണമെന്ന് പോലും എനിക്ക് പറയാൻ അതിൽ പറ്റുന്നില്ല. കാരണം എന്തെന്നുണ്ടോ, ചിലപ്പോൾ ഇന്ന് എഡിറ്റ് ചെയ്യാനിരുന്നുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കുറേ സ്ട്രെസ്സും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും മേ ബി എനിക്ക് എഡിറ്റിങ് അത്ര ഇഷ്ടപ്പെടില്ല. പിന്നെ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ആർമീസേ, ബൈ.